എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പ്രതിമാസം 15,000 ലിറ്ററിൽ താഴെ ഗാർഹിക ഉപഭോഗമുള്ള BPL വിഭാഗക്കാർക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം സൗജന്യമാണ്. ഇതിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ. വാട്ടർ അതോറിറ്റി ബിൽ പേയ്മെൻറ്റ്, നിലവിലുള്ള മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്, പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത്, ഗ്രീൻ ബില്ല് തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പ്രതിമാസം 15 ലിറ്ററിൽ താഴെ കുടിവെള്ളം ഉപയോഗിക്കുന്ന BPL വിഭാഗത്തിൽപ്പെടുന്നവർ എല്ലാ വർഷവും ജനുവരി 31 മുമ്പ് നിലവിലുള്ള അപേക്ഷ പുതുക്കി നൽകുകയോ പുതിയ അപേക്ഷ നൽകുകയോ ചെയ്യേണ്ടതുണ്ടെന്നാണ് ഇവിടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. 2025 ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ജനുവരി ആദ്യ ആഴ്ച ആരംഭിക്കുന്നതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ BPL ആനുകൂല്യത്തിനായി നേരത്തെ അപേക്ഷിച്ച ഗുണഭോക്താക്കൾ, പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവർ, വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർ, APL സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുള്ളവർ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്യുന്ന പക്ഷം ആനുകൂല്യം പുനഃസ്ഥാപിക്കുന്നതാണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2025 ജനുവരി 1 കഴിഞ്ഞിട്ട് പുതിയ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പത്രമാധ്യമങ്ങളിലൊക്കെ വരും. കൂടാതെ ഫസ്റ്റ് കമൻറ്റിൽ ആരംഭിക്കുന്ന ഡേറ്റ് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നതുമാണ്. ഇവിടെ കാണുന്ന അപ്ലൈ ഓൺലൈൻ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താണ് നമ്മൾ ഓൺലൈൻ അപേക്ഷ അയക്കേണ്ടുന്നത്. ഇപ്പോൾ ഈ ലിങ്കുകളൊന്നും എനേബിൾ അല്ല. ഇവിടെ ഈ ഏറ്റവും താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് ഓൺലൈൻ അപേക്ഷ എങ്ങനെ അയക്കാം എന്നതിനെ സംബന്ധിച്ച ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റു സംശയമുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഓട്ടോ റിന്യൂവൽ സമ്പ്രദായത്തിലൂടെ പുതുക്കി നൽകുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷവും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. ഇത് 1-ാം തീയതിക്ക് ശേഷം ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നതിനോടൊപ്പം ഈ ഒരു അറിയിപ്പും ഉണ്ടായിരിക്കും. ഓൺലൈൻ അപേക്ഷ എങ്ങനെ അയക്കാം എന്നതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ ഒരു വീഡിയോ കണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.